ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു കിച്ചടിയുടെ റെസിപ്പിയാണ്. ഓണസദ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഒരു കിച്ചടിയും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലും കട്ട് ചെയ്യാവുന്നതാണ്, രണ്ട് രീതിയിലും കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ചധികം വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാട്ടോ ഈ ഒരു കിച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മുടെ പാവയ്ക്ക് നമ്മൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിയിച്ച് കളയാൻ പാടില്ല. ഈ ഒരു പാകത്തിന് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് കോരി മാറ്റി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോഴാട്ടോ നമ്മുടെ പാവയ്ക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടാം. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു. അത് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 3-4 ടീസ്പൂൺ നമ്മൾ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അരപ്പ് അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, തൈര് തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പായതിൻ്റെ പേരിലാണ് ഈ ഒരു അരപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മളിട്ട് അരച്ചെടുത്തത് കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി തൈര് നമുക്ക് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊട്ടും തന്നെ കട്ടയൊന്നും പാടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ അത് ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ എന്തോരം ഉണ്ടെന്ന് വെച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ച ആ പാവയ്ക്കയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവും കൂടിയും റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ആ ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേറെ എണ്ണയാണ് ഉപയോഗിച്ചത്. ഇനി ഉള്ളിയൊക്കെ പതുക്കെ ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ കിച്ചടിയിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാട്ടോ. ഒരു 5 മിനിറ്റ് മതി. പെട്ടെന്ന് തന്നെ പാവയ്ക്ക ഫ്രൈ ആക്കി എടുക്കാനുള്ള ഒരു സമയമാണ് പോകുന്നതുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വിഭവമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.